യെസ്, അപ്പോൾ നമ്മൾ കെമിസ്ട്രി പഠിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. എല്ലാവരും എനിക്കറിയാം, നിങ്ങളുടെ മുമ്പിൽ ഒരു പുസ്തകവും വേണം, ഒരു പെന്നും വേണം. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഒരു ലെക്ചർ നോട്ട് നിങ്ങൾ തന്നെ സ്വയം തയ്യാറാക്കി എടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? കെമിസ്ട്രിയുടെ ഫസ്റ്റത്തെ ചാപ്റ്ററിന്റെ പേരെന്താ? പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ചാപ്റ്ററിന്റെ പേര് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? വേണമെങ്കിൽ ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് പീരിയോഡിക് ടേബിൾ എന്ന് കൊടുത്താൽ പോരായിരുന്നോ? കത്തിയോ? എന്തുകൊണ്ട് ഫസ്റ്റ് പീരിയോഡിക് ടേബിൾ എന്ന് കൊടുത്തു? അതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, പീരിയോഡിക് ടേബിൾ അറിയാത്ത ഒരു കുട്ടിക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മനസ്സിലാവില്ല. എനിക്ക് പല കുട്ടികൾ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചൊരു കാര്യമാണ്, സാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം ആ കുട്ടിക്ക് പീരിയോഡിക് ടേബിൾ എന്താണെന്ന് പോലും അറിയില്ല. ചില എലമെന്റ്സുകൾ കേട്ടിട്ടുണ്ട്, സോഡിയം, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നൊക്കെ പറയാറുണ്ട് എന്നല്ലാതെ ആ ഹൈഡ്രജനും ക്ലോറിനും ഫ്ലൂറിനും ബ്രോമിനും അയഡിൻ അസ്റ്റാറ്റിൻ ഈ സാധനങ്ങളൊക്കെ എവിടെയാ കിടക്കുന്നത്? പീരിയോഡിക് ടേബിളിന്റെ ഏത് ഭാഗത്ത്? വലത്തെ ഭാഗത്ത്, ഇടത്തെ ഭാഗത്ത്, മുകളിൽ, താഴെ, അങ്ങനെയല്ല പറയാ. പല ബ്ലോക്കുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു പഞ്ചായത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ പഞ്ചായത്തിൽ പല തട്ടുകൾ ഉണ്ടാകും അല്ലേ? ഒന്നാമത്തെ ബ്ലോക്ക് പോയാൽ ഇന്ന സ്ഥലം കാണാം, രണ്ടാമത്തെ ബ്ലോക്കിൽ വേറൊരു സ്ഥലം കാണാം, അങ്ങനെ ഓരോ ബ്ലോക്കുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അതുപോലെ തന്നെ നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നതിനെ 4 ബ്ലോക്കുകളായിട്ട് തരംതിരിച്ച് എലമെന്റുകളൊക്കെ ഒരു ഫാമിലി ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഏതാണ് ആ 4 ബ്ലോക്കുകൾ? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ബ്ലോക്കിന്റെ പേരെന്താണ്? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. പക്ഷെ ആ ബ്ലോക്കുകളിലേക്ക് എത്തുന്നതിന്റെ തൊട്ട് മുന്നേ നമ്മൾ അറിയണം എന്ത്? ഒരാറ്റത്തെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചു, അവിടുന്ന് 9ലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്, ആറ്റം, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അങ്ങനെയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കറക്റ്റ് അറിയില്ല അതിനെക്കുറിച്ചൊന്നും. അവിടെ ഇവിടെയൊക്കെ എന്തോ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തോ, ചില ആൾക്കാർക്ക് ഇലക്ട്രോൺ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു വോമിറ്റിംഗ് വരും. അമ്മാതിരിയാണ് കെമിസ്ട്രിന്റെ അവസ്ഥ. അത് നിങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ല, നമുക്ക് റെഡി ആക്കി എടുക്കട്ടോ. കെമിസ്ട്രി നമ്മൾ ഓരോ ചാപ്റ്ററുകൾ കഴിഞ്ഞു പോകുമ്പോഴും അത് നമ്മൾ രസകരമായിട്ട് നമ്മൾ പഠിപ്പിച്ചിരിക്കും. അതാണ് MS സൊല്യൂഷൻസിന്റെ പല ക്ലാസ്സുകളിലും കുട്ടികൾ പ്രൈവറ്റ് ആയിട്ട് ചേരുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ആറ്റം നിങ്ങൾ സങ്കല്പിക്കുക. ആ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സെന്റർ ഉണ്ട്. ആ സെന്ററിലാണ് അതിന്റെ മുഴുവൻ ഭാരവും ഉണ്ടാവുക. ആ ഭാരമാണ് എന്ത്? ന്യൂക്ലിയസ്. എന്താ പറയാ? ന്യൂക്ലിയസ്. ഒരു ആറ്റത്തിന്റെ സെന്ററിനെ നമ്മൾ എന്താക്കിയിട്ടാ കാണുന്നത്? ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന് ചുറ്റും ആരോന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, 360 ഡിഗ്രിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു സർക്കുലാർ പാത്തിൽ, ഒരു വൃത്താകൃതിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനെന്താ പറയാ? ആരായിരിക്കും ആ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇലക്ട്രോൺസ്. നിങ്ങൾക്കറിയാം, ഒരു ന്യൂക്ലിയസിന് ചുറ്റും, ഓരോ ആറ്റത്തിന്റെ ഉള്ളിലെയും ന്യൂക്ലിയസിന് ചുറ്റും ആര് കറങ്ങുന്നുണ്ട്? ഇലക്ട്രോണുകൾ കറങ്ങുന്നുണ്ട്. പക്ഷെ ഇലക്ട്രോണുകൾ, നമ്മളിപ്പോ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് റോഡ് മക്കൂടിയല്ലേ പോവാ? അതുപോലെ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നത് എന്തോ ഒരു പാത്താണ്. ആ സർക്കുലാർ പാത്തിനെ പറയുന്ന പേരാണെന്ത്? ഷെൽ. എന്താ പറയാ? ഷെൽ. SHELL. മലയാളത്തിൽ എഴുതിയാൽ ഷെൽ. ഷെൽ. ഓക്കെ, ഷെൽ. അപ്പൊ ഇലക്ട്രോൺ കറങ്ങുന്നത് എവിടെയാണ്? ഇലക്ട്രോണുകൾ കറങ്ങുന്നത് എവിടെയാണ്? ഷെല്ലിലാണ്. അപ്പൊ നമ്മൾ 8ാം ക്ലാസ്സിൽ നിന്നും 9ാം ക്ലാസ്സിലും നോക്കിക്കഴിഞ്ഞാൽ ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നുണ്ടല്ലോ, ആ പാതയ്ക്ക് എന്താ പറയാ? ഷെൽ എന്നാ പറയാ. പക്ഷെ നിങ്ങളിപ്പോ 8ലും അല്ല 9ലും അല്ല, നിങ്ങളിപ്പോ 10ാം ക്ലാസ്സിലാണ്. ഹൈസ്കൂളിലെ സീനിയേഴ്സ് ആണ് നിങ്ങൾ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഹൈസ്കൂളിൽ നിന്ന് പറയൂല, പിന്നെ നിങ്ങൾ ഹയർ സെക്കൻഡറി എന്നാ പറയാ. അപ്പൊ 8ാം ക്ലാസ്സിന്റെയും 9ാം ക്ലാസ്സിന്റെയും സീനിയേഴ്സായ നിങ്ങൾ അവരെക്കാൾ കൂടുതൽ അറിവുള്ളവരാണ്. ഉണ്ടാ മതിയായിരിക്കില്ലേ? ലോക്ക്ഡൗൺ ഒക്കെ ആണല്ലോ. അപ്പോ നിങ്ങൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങളിപ്പോ 10ാം ക്ലാസ്സിലെ മൈൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ കറങ്ങുന്നത് ഷെല്ലിലാണെങ്കിൽ കൂടി ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്നത് അവിടെയല്ല. ആ ഷെല്ലിന്റെ ഉള്ളിൽ സബ് ഷെല്ലുകളുണ്ട്. ആ സെല്ലിന്റെ ഉള്ളിൽ സബ് ഷെല്ലുകളുണ്ട്. അങ്ങനെ പറഞ്ഞാൽ മതി. ആ ഷെല്ലിന്റെ ഉള്ളിൽ എന്തുണ്ട്? സബ് ഷെല്ലുകൾ. ആ സബ് ഷെല്ലിലാണ് ആരുള്ളത്? ഇലക്ട്രോൺ ഉള്ളത്. ഇലക്ട്രോൺ നമ്മൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ ഒരു കുട്ടി നോക്കിക്കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ കറങ്ങുന്നത് എവിടെയാണ്? ഷെല്ലിലാണ്. പക്ഷെ 10ാം ക്ലാസ്സിൽ ഒരു കുട്ടി നോക്കിക്കഴിഞ്ഞാൽ ഷെല്ലിലല്ല, പിന്നെ എന്തിലാ അത് കറങ്ങുന്നത്? സബ് ഷെല്ലിലാണ് അത് കറങ്ങുന്നത്. യെസ്, അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ സബ് ഷെല്ലുകളെ കുറിച്ച് പറഞ്ഞിട്ടാണ്. ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇനി നിങ്ങൾ ഷെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പൊട്ടിക്കും.
ഇനി നിങ്ങൾ ഷെൽ എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ എത്തിയ ഒരു കുട്ടിയോട് ചോദിക്കുക, ഇലക്ട്രോൺ എവിടെയാണോ ഉള്ളത്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ എവിടെയാണുള്ളത്? ഷെല്ലിലല്ല, പിന്നെ എവിടെയാ? സബ് ഷെല്ലിന്റെ ഉള്ളിൽ. ആ സബ് ഷെല്ലിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോണുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ആ ഇലക്ട്രോണുകൾ എങ്ങനെയാണ് സബ് ഷെല്ലിൽ സ്ഥിതി ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം. ഓക്കെ, നമ്മളിപ്പോ ഒരു പഞ്ചായത്തൊക്കെ ചെന്നു. ആ പഞ്ചായത്തിൽ ഓരോ ബ്ലോക്കുകളുണ്ട്. എസ് ബ്ലോക്ക് ഉണ്ട്, പി ബ്ലോക്ക് ഉണ്ട്, ഡി ബ്ലോക്ക് ഉണ്ട്, എഫ് ബ്ലോക്ക് ഉണ്ട്. ഓരോ ബ്ലോക്കുകളിലും ഓരോ റൂമുകളുണ്ട്. ഓരോ ബ്ലോക്കുകളിലും ഓരോ റൂമുകളുണ്ട്. അസിസ്റ്റന്റിന്റെ ഒരു റൂം, ജോയിന്റ് സെക്രട്ടറിന്റെ ഒരു റൂം, പ്രസിഡന്റിന്റെ ഒരു റൂം, അങ്ങനെ പലതരത്തിലുള്ള റൂമുകൾ നിങ്ങൾ സങ്കല്പിക്കുക. അതുപോലെ ആറ്റത്തിന്റെ ഉള്ളിലും ധാരാളം റൂമുകളുണ്ട്, ഒരു ഹോസ്റ്റൽ പോലെ. അതിൽ ഒന്നാമത്തെ റൂമിന്റെ ഒരു പേരാണ് കെ റൂം. ഒന്നാമത്തെ റൂമിന്റെ പേരാണ് കെ റൂം. നിങ്ങൾ ഒരു ബ്ലോക്കിലേക്ക് ചെന്നു. ആ ബ്ലോക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു റൂം കണ്ടു. ആ റൂമിന്റെ പേരെന്താണോ? കെ എന്ന ആ റൂമിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് രണ്ടാമത്തെ റൂം. ആ റൂമിന്റെ പേരെന്താ? എൽ. രണ്ടാമത്തെ റൂം എൽ റൂം. മൂന്നാമത്തെ റൂമോ? എം റൂം. നാലാമത്തെ റൂമോ? എൻ റൂം. നിങ്ങൾ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞപ്പോൾ 4 റൂമുകൾ നിങ്ങൾ കണ്ടിട്ടോ. 10ൽ എത്തിയിട്ടേ ഉള്ളൂ. നിങ്ങൾ പ്ലസ് 1 പ്ലസ് 2 ഒക്കെ എത്തുമ്പോൾ 5 6 റൂം കാണും. അവിടെ നിന്ന് ഇവിടെ ഇഷ്ടമില്ല, ഇതിങ്ങനെ പോകും. KLMNO എന്ന് പറഞ്ഞ് പോകും. നിങ്ങൾക്ക് 4 റൂമേ പഠിക്കാനുള്ളൂ. ഫസ്റ്റത്തെ റൂം കണ്ടു. എന്താ റൂമിന്റെ പേര്? തൊള്ളൂർന്ന് പറയടോ, എന്താണ് റൂമിന്റെ പേര്? കെ റൂം. ശരിയല്ലേ? രണ്ടാമത്തെ റൂം എന്താ? എൽ റൂം. മൂന്നാമത്തെ റൂം എന്താ? എം റൂം. നാലാമത്തെ റൂം എന്താ? എൻ റൂം. അങ്ങനെ 4 റൂമുകൾ നിങ്ങൾ കണ്ടു. ആ റൂം നിങ്ങൾ തുറന്നു നോക്കി. തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ ഫസ്റ്റത്തെ റൂമാണ് നിങ്ങൾ തുറന്നത്. തുറന്നു നോക്കിയപ്പോൾ ആ റൂമിൽ ഒരു ബെഡ് ഉണ്ട്. ആ റൂമിൽ എന്താ ഉള്ളത്? ഒരു ബെഡ് ഉണ്ട്. ആ ബെഡിന്റെ പേര് നോക്കി. എസ് എന്നാണ് അതിന്റെ പേര്. കെ എന്ന് പറയുന്ന റൂമിൽ നിങ്ങൾ ഒരു ബെഡ് കണ്ടു. ആ ബെഡിന്റെ പേരെന്താ? എസ് എന്നാണ് ആ ബെഡിന്റെ പേര്. അത് ഒന്നാമത്തെ റൂമിലല്ലേ നിങ്ങൾ കണ്ടത്? നിങ്ങൾ ഒന്നാമത്തെ കെ എന്ന് പറയുന്ന റൂമിൽ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ ഒരു ബെഡ് കണ്ടു. അത് എത്രാമത്തെ റൂമിലാണ് നിങ്ങൾ കണ്ടത്? ഒന്നാമത്തെ റൂമിൽ. അപ്പൊ ആ ബെഡിന്റെ പേരെന്താ? 1S. എന്താ റൂമിന്റെ പേര്? 1S. നിങ്ങൾ എങ്ങ് പോന്നു? നിങ്ങൾ രണ്ടാമത്തെ റൂം നോക്കി. എൽ എന്നാണല്ലോ രണ്ടാമത്തെ റൂമിന്റെ പേര്. യെസ്, രണ്ടാമത്തെ റൂമിന്റെ പേര് എൽ റൂം എന്നാണ്. രണ്ടാമത്തെ റൂമിലേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഒരു ബെഡ് അല്ല ഉള്ളത്. എത്ര ബെഡ് ഉണ്ട്? 2 ബെഡ് ഉണ്ട്. ഒരു ബെഡിന്റെ പേര് എസ്, രണ്ടാമത്തെ ബെഡിന്റെ പേര് പി. അപ്പൊ ആ ബെഡുകളുടെ പേരെന്തായിരിക്കും? രണ്ടാമത്തെ റൂമിലുള്ള ബെഡ് ആയതുകൊണ്ട് 2S, രണ്ടാമത്തെ റൂമിലുള്ള അതേ ബെഡ് തന്നെ 2P. 2 ബെഡുകൾ ഇങ്ങനെ അടുത്ത് കിടക്കുകയാണ്. ഇനി നിങ്ങൾ മൂന്നാമത്തെ റൂമിലേക്ക് ചെന്നു. ആ മൂന്നാമത്തെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ ആ റൂമിന്റെ പേരെന്താ? എം. എം എന്ന് പറയുന്ന റൂമിലേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ എത്ര ബെഡ് കാണും? മൂന്നാമത്തെ റൂമിൽ 3 ബെഡ് കാണും. എന്തായിരിക്കും ഇതിന്റെ പേര്? ഇനി നിങ്ങൾ പറ, തൊള്ളർന്ന് പറയണോ, എന്തായിരിക്കും ഇതിന്റെ പേരുണ്ടാവുക? യെസ്, 3S 3P 3D. 3S 3P 3D. ഇനി നിങ്ങൾ നാലാമത്തെ റൂമിലേക്ക് ചെന്നു. നാലാമത്തെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ 4 ബെഡ് ഉണ്ട്. 4 ബെഡുകളുടെയും പേര് പറഞ്ഞോ? യെസ്, എന്റെ കൂടെ പറയൂ. 4S 4P 4D 4F. ഒന്നാമത്തെ റൂമിൽ ചെന്നു, ഒരു ബെഡ് 1S. രണ്ടാമത്തെ റൂമിൽ ചെന്നു, 2 ബെഡ് 2S 2P. മൂന്നാമത്തെ റൂമിൽ ചെന്നു, 3 ബെഡ് 3S 3P 3D. നാലാമത്തെ റൂമിൽ ചെന്നു, 4 ബെഡ് 4S 4P 4D 4F. ഇവിടെ വരെ നിങ്ങൾ പഠിച്ചാൽ മതി. SPDF. എന്തായി എസ്, എന്തായി പി, എന്തായി ഡി, എന്തായി എഫ്? അതാണ് സബ്ഷെൽസ്. സബ്ഷെല്ലുകളെ ഡിനോട്ട് ചെയ്യുന്നത് SPDF എന്ന് ഉപയോഗിച്ചിട്ടാണ്. ഇതൊക്കെ സബ്ഷെല്ലുകളാണ്. ഇനി നിങ്ങൾ കണ്ടോ, ഞാൻ ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? നമുക്ക് റൂമിനെ കുറിച്ചും അതിന്റെ ബെഡിനെ കുറിച്ചും ഒന്നല്ല പഠിക്കാനുള്ളത്. പിന്നെ എന്താ പഠിക്കാനുള്ളത്? യെസ്, ഇതിലെ ഒന്നാമത്തെ റൂം, ആ റൂമിനെ നമ്മൾ ഡിനോട്ട് ചെയ്തത് KLMN എന്നല്ലേ? അവരാണ് ഷെൽ. അവരാണ് എന്ത്? ഷെൽ. മലയാളത്തിൽ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവുക? ഷെൽ. ഒന്നാമത്തെ ഷെല്ലാണ് ഷെൽ. യെസ്, ആ ഷെല്ലിലുള്ള റൂമുകൾ നമ്മൾ, ബെഡുകൾ നമ്മൾ കണ്ടല്ലോ. ഇത് റൂം. കെ എന്ന് പറയുന്ന റൂമിൽ ബെഡ് ഉണ്ട്. എൽ എന്ന് പറയുന്ന റൂമിലും ബെഡ് ഉണ്ട്. എസ്, SP, SPD, SPDF അതാണ് എന്ത്? സബ്ഷെല്ലുകൾ. ആരാണ്? സബ്ഷെൽസ്. സബ്ഷെല്ലുകൾ. ഓക്കെ, മലയാളത്തിൽ വേണം എഴുതി തരാം, ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. സബ്ഷെല്ലുകൾ. ഓക്കെ, ഷെൽ സബ്ഷെൽ പറഞ്ഞു പഠിക്കുക. പറ, ഷെൽ സബ്ഷെൽ. ഓക്കെ, അപ്പൊ നമ്മൾ
ഒരു ബ്ലോക്കിൽ ചെന്നു, 4 റൂം കണ്ടു. ഒന്നാമത്തെ റൂമിന്റെ പേര് കെ റൂം, എൽ റൂം, എം റൂം, എൻ റൂം. കെ എന്ന് പറയുന്ന റൂമിൽ തുറന്നു നോക്കിയപ്പോൾ എത്ര ബെഡ് കണ്ടു? ഒരു ബെഡ്. കാര്യം അത് ഒന്നാമത്തെ റൂമായാൽ ഒരു ബെഡ്, രണ്ടാമത്തെ റൂമായാൽ 2 ബെഡ്. എന്താ ബെഡിന്റെ പേര്? 2S2P. മൂന്നാമത്തെ റൂമിന്റെ പേരെന്താ? ശ്രദ്ധിക്ക്, മൂന്നാമത്തെ റൂമിന്റെ പേരെന്താ? എം. ആ മൂന്നാമത്തെ റൂം തുറന്നു കഴിഞ്ഞപ്പോൾ അവിടെ എത്ര ബെഡ് കണ്ടു? 3S, 3P, 3D. നാലാമത്തെ റൂം തുറന്നു നോക്കിയപ്പോ ആ റൂമിന്റെ പേരെന്താ? എൻ എന്ന് പറയുന്ന റൂമിൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ പെട്ടെന്ന് ചോദിക്കുക, എൻ എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര സബ് ഷെല്ലുകളുണ്ട്? ഞാൻ പെട്ടെന്ന് ചോദിക്കുക നിങ്ങളോട്, എൻ എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര സബ് ഷെല്ലുകളുണ്ട്? എൻ ഷുഹൈബ് സാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എൻ, കെ, എൽ, എം, എൻ. നാലാമത്തെ റൂമിൽ 4 ബെഡ് ഉണ്ട്. അപ്പൊ എത്ര സബ് ഷെൽ ഉണ്ടാകും? 4 സബ് ഷെൽ. ഏതൊക്കെയായിരിക്കും? 4S, 4P, 4D, 4F. ആ ഓർഡറിൽ പഠിച്ചേക്കുക. SPDF. ഓക്കെ, സിമ്പിൾ ആണ്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നൊക്കെ 1 വേർഡിന്റെ ക്വസ്റ്റ്യൻസ് ആട്ടോ. സോറി, 1 വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി ഞാൻ വേണമെങ്കിൽ ഒരു ചോദ്യം ഇവിടെ ചോദിക്കാം. കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യമാണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നിർബന്ധമാണ്. ഓക്കെ, അതായത് ചോദ്യം ഇതാണ്: 2S, 3P, 3F, 4D ഇങ്ങനെ തന്നു. ഇതിൽ എക്സിസ്റ്റ് ചെയ്യാത്ത സബ്ഷെൽ ഏത്? എക്സിസ്റ്റ് ചെയ്യാത്ത സബ്ഷെൽ മീൻസ് നിലനിൽക്കാത്ത സബ്ഷെൽ ഏതാണ്? തന്നിരിക്കുന്നതിൽ നിലനിൽക്കാത്ത സബ്ഷെൽ. എന്താ നിലനിൽക്കാത്ത സബ്ഷെല്ല്? നിങ്ങൾ ഇതിൽ പഠിച്ചതെല്ലാം നിലനിൽക്കുന്നതാണ്. 1S നിലനിൽക്കുന്നുണ്ട്, 2S നിലനിൽക്കുന്നുണ്ട്. ഇത് പഠിച്ചു വെക്കാൻ ഒറ്റ വഴിയുള്ളൂ. എന്താണെന്നറിയോ? ഒന്നാമത്തെ റൂമിൽ ഒരു ഷെല്ല്, ഒന്നാമത്തെ റൂമിൽ ഒരു ബെഡ് 1S, രണ്ടാമത്തെ റൂമിൽ 2 ബെഡ് 2S, 2P, മൂന്നാമത്തെ റൂമിൽ 3S, 3P, 3D. 3F ഉണ്ടാവോ? ഇല്ല. കാര്യം മൂന്നാമത്തെ റൂമിൽ 3 ബെഡേ ഉള്ളൂ, 3F ഇല്ല. നാലാമത്തെ റൂമിൽ 4S, 4P, 4D, 4F. ഒന്നാമത്തെ റൂമിൽ ഇപ്പോ ഒന്ന് ശ്രദ്ധിക്ക്, ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്ക്. 2S നിലനിൽക്കുന്നുണ്ടോ? ആലോചിച്ച് നോക്ക്. ഇവിടെ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. 2S രണ്ടാമത്തെ റൂമിൽ S എന്ന് പറയുന്ന ബെഡ്, അതല്ലേ 2S എന്ന് പറഞ്ഞാല്? രണ്ടാമത്തെ റൂമിൽ S എന്ന് പറയുന്ന ബെഡ് ഉണ്ടോ? രണ്ടാമത്തെ റൂമിൽ 2 ബെഡ് ഉണ്ട്, 2S-ഉം 2P-യും ഉണ്ട്. അപ്പൊ ഇത് ശരിയാണ്, ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് 3P. ആലോചിച്ച് നോക്ക്. മൂന്നാമത്തെ റൂമിൽ 3 ബെഡ്. 3 എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഷെൽ നമ്പർ ആണ്. ഇവിടെ ഇതിരിക്കുന്ന ഷെൽ നമ്പർ അല്ലേ? നോക്ക്, ഇതല്ലേ ഷെല്ല്? എൽ എത്രാമത്തെ ഷെല്ല? രണ്ടാമത്തെ ഷെല്ല്, അതല്ലേ ഈ 2? എം എത്രാമത്തെ ഷെല്ല? മൂന്നാമത്തെ ഷെല്ല്, അതല്ലേ ഈ 3? അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന കോയിഫിഷ്യന്റ് എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ഷെൽ നമ്പറിനെയാണ് സൂക്ഷിപ്പിക്കുന്നതല്ല, സൂചിപ്പിക്കുന്നത്. ഷെൽ നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ കോയിഫിഷ്യന്റ് അല്ലേ? യെസ്. അപ്പൊ ഇവിടെ 3P എന്ന് നിങ്ങൾക്ക് തന്നു. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ആലോചിച്ച് നോക്ക്. 3P മൂന്നാമത്തെ ഷെല്ലിലെ ബെഡ്. 3P എന്ന് പറഞ്ഞാല് മൂന്നാമത്തെ ഷെല്ലിലെ ബെഡ്, മൂന്നാമത്തെ ഷെല്ലിലെ ബെഡ്. അപ്പൊ 3P മൂന്നാമത്തെ ഷെല്ലിൽ ഏതൊക്കെ ഉള്ളത്? 3 ബെഡ് ഉണ്ട്. 3S, 3P, 3D ഉണ്ട്. 3S, 3P, 3D. 3P ഉണ്ട്, ശരിയാണ്. 3F ഉണ്ടോ? മൂന്നാമത്തെ ഷെല്ലിൽ ആകെ 3 ബെഡേ ഉള്ളൂ. 3S, 3P, 3D. 3F ഉണ്ടോ? ഇല്ല, ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, തെറ്റാണ്. ഇനി 4D ഉണ്ടോ? 4D നാലാമത്തെ റൂമിൽ 4 ബെഡ്, 4S, 4P, 4D, 4F. 4D ഉണ്ട്, 4D ഉണ്ട്. യെസ്, അവിടെ 4D ഉണ്ട്. അപ്പൊ 3F ആണ് എക്സിസ്റ്റ് ചെയ്യാത്തത്, നിലനിൽക്കാത്തത്. കഴിഞ്ഞ വർഷം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരീക്ഷ ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, സാർ ഷെല്ലും സബ് ഷെല്ലും എന്നൊക്കെ പറഞ്ഞല്ലോ, ശരിക്കും എന്താ സാറേ ഷെല്ല്, എന്താ സാറേ സബ് ഷെല്ല് എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? അതായത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെൽ ആൻഡ് സബ് ഷെൽ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ തുടങ്ങിയപ്പം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 8ാം ക്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ കറങ്ങുന്നത് ഷെല്ലിലാണ്. 10ാം ക്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ കറങ്ങുന്നത് എവിടെയാണ്? സബ് ഷെല്ലിലാണ്. സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കുക, മെയിൻ എനർജി ലെവൽ എന്ന് ആലോചിച്ച് വെക്കുക. ഷെൽ എന്ന് പറഞ്ഞാൽ ആരാണ്? മെയിൻ എനർജി ലെവൽ ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ മെയിൻ എനർജി ലെവൽ, ഊർജ നിലകൾ. എന്താ പറയാ? ഊർജ നിലകൾ. കാര്യം ഇവിടെ നിങ്ങൾ മലയാളം മീഡിയ ആയാലും ഇംഗ്ലീഷ് മീഡിയ ആയാലും ശരി, ഈ 2 വേർഡും നിങ്ങൾ പഠിച്ചു വെക്കാനുള്ള പറയാനുള്ള കാരണം, നിങ്ങൾ ചിലപ്പോൾ മലയാളം മീഡിയക്കാരായാലും അവർക്ക് പരീക്ഷയ്ക്ക് എന്താ സംഭവിക്കാൻ അറിയോ? ഇംഗ്ലീഷ് മീഡിയക്കാരാണ് നിൽക്കുക, മലയാളം മീഡിയക്കാർക്ക് പരീക്ഷയ്ക്ക് ഇപ്പൊ ഷെല്ല് സബ് ഷെല്ല് തന്നെ ഉണ്ടാവുക, അല്ലാണ്ട് ഊർജ്ജ നിലകൾ ഉപ ഊർജ്ജ നിലകൾ എന്ന് ചോദിക്കാറില്ല.
കൂടുതലും ഷെല്ല് സബ്ഷെൽ എന്ന് പറയുന്ന വേർഡ്, അതായത് മലയാളം എഴുത്തിന്റെ പേപ്പറിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മംഗ്ലീഷ് കയറി വരാറുണ്ട്. അത് പേപ്പർ അടിക്കുന്ന ഒരു പ്രശ്നമാണെന്നല്ല, ചില വേർഡ്സുകൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാര്യം +1 സയൻസ് എടുക്കുമ്പോൾ ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് ഉണ്ടാവും, ബേസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ 2 പേർക്കും കൂടി ഒരുമിച്ച് കാണാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. പക്ഷെ ഇതിന് അങ്ങോട്ടേക്ക് വരുമ്പോൾ, ഇനി അങ്ങോട്ട് തിയറിയിലേക്ക് കടക്കുമ്പോൾ സമയത്ത് ഇതൊരു ചെറിയൊരു പ്രോബ്ലം സെക്ഷനാണ്. പക്ഷെ തിയറിയിലേക്ക് ഇനി അങ്ങോട്ട് കടക്കുമ്പോൾ നമ്മൾ 2 മീഡിയം സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു പോകും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ 3ാമത്തെ ചാപ്റ്റർ സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നമ്മൾ മലയാളം എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ യെസ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പോരാ, അവിടെ നമ്മൾ പറയണം ആദേശ രാസപ്രവർത്തനം എന്ന് പറയണം. എന്താ പറയേണ്ടത്? ആദേശ രാസപ്രവർത്തനം. ഓക്കെ. പക്ഷെ ഇംഗ്ലീഷ് മീഡിയത്തിന് ആദേശം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ എന്ത് പറയണം? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അതാണ് ഈ കൈറ്റ് വിക്ടേഴ്സിന്റെ പ്രശ്നം. നമ്മൾ ഒരുപാട് പരാതികൾ കൊടുത്തു, സാർ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം സെപ്പറേറ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്ഥിതി അവർക്കില്ല. കാര്യം അത് ഭയങ്കര ചെലവാണ്. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം സെപ്പറേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിന് എത്ര ടൈം എഫേർട്ട് എടുക്കുന്നുണ്ടോ അത്രയും എഫേർട്ട് മലയാളം മീഡിയത്തിന് എടുക്കണം. ഇത് രണ്ടും ഒരുമിച്ച് എടുക്കുന്നുണ്ടെങ്കിലോ? ചില ട്യൂഷൻ സെന്ററുകളിലൊക്കെ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ക്ലാസ് എടുക്കുകയും മംഗ്ലീഷിലായിരിക്കും. കാര്യം ഇംഗ്ലീഷ് മീഡിയമായാലും മലയാളം മീഡിയമായാലും അവർ ഒരുമിച്ചിരുത്തും കുട്ടികളെ ഒരുമിച്ചിരുത്തിയിട്ട് അവർ ക്ലാസ് എടുക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയയാണ്. അതങ്ങനെ ഫോളോ അപ്പ് ചെയ്യരുത്. അത്തരം ട്യൂഷൻ സെന്ററിലൊക്കെ നിങ്ങൾ ചേരാതിരിക്കുക. കുട്ടികളുടെ കുറവ് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവരങ്ങനെ ഒരുമിച്ചിരുത്തുന്നത്. പക്ഷേ അത് നിങ്ങളുടെ ഭാവി പഠനത്തെയും നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനുള്ള ഒരു വേഗത നിങ്ങൾക്ക് കുറയ്ക്കുകയാണ് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞതാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഒരുപാട് സെന്ററുകളിൽ കണ്ട ഒരു കാഴ്ചയാണ്. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും മിക്സ്ഡ് ആക്കിയിട്ടാണ് കുട്ടികളെ ഇരുത്തിയിട്ടുള്ളത്. പക്ഷേ ട്യൂഷൻ സെന്റർ, ചില ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ട്യൂഷൻ സെന്ററുകളുണ്ട്. അവിടെ 300-ൽ കൂടുതൽ കുട്ടികൾ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ആയിട്ട് കുട്ടികളെ ഇരുത്തി കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഒരു സാധ്യത വരുത്തരുത്. അങ്ങനെ നിങ്ങളുടെ ട്യൂഷൻ സെന്ററിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ട്യൂഷൻ സെന്റർ കാണുക. ഞാൻ എൻ്റെ പേഴ്സണലി പറഞ്ഞൊരു ഒപ്പീനിയൻ മാത്രമാണ്. അത് നിങ്ങളുടെ സ്പീഡിനെ ബാധിക്കും. ഒരു മലയാളം കേൾക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു ഇറിറ്റേഷൻ തോന്നും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് കേൾക്കുമ്പോഴും ഒരു ഇംഗ്ലീഷ് മീഡിയത്തിന്റെ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെടുത്ത് മലയാളം മീഡിയത്തിൽ ഇരിക്കുന്ന ഒരു കുട്ടിയെടുത്ത് പറയാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, യെസ് ഇലക്ട്രോ, ദ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന കുട്ടി ഇയാൾ എന്താ ഫുൾ ഇംഗ്ലീഷ് തന്നെയാണല്ലോ. ഇതാണ് കൈറ്റ് വിക്ടേഴ്സിൽ നടക്കുന്നത്. ഇനി ഇംഗ്ലീഷ് മീഡിയത്തിൽ ഒരു കുട്ടി ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ആ കുട്ടിയുടെ അടുത്ത് പറയാ യെസ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു വൈദ്യുത കാന്തിക പ്രേരണ തത്വം. കുട്ടി വിചാരിക്കും ഇതെന്തോ ചെറുത്താന്റെ പേരാണ്. വൈദ്യുത കാന്തിക പ്രേരണ തത്വം, ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പറയണം. മലയാളം മീഡിയത്തിൽ അതേ സ്ഥാനത്ത് എന്ത് പറയണം? വൈദ്യുത കാന്തിക പ്രേരണ തത്വം പറയണം. കാന്തിക ഫ്ലക്സോ അതാണ് മംഗ്ലീഷ് കയറി വരിക. അവിടെ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയണം. മലയാളം മീഡിയത്തിൽ കാന്തിക ഫ്ലക്സ് പഠിച്ച ആ ഒരു രീതിയിൽ, അതായത് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് കുട്ടികൾക്ക് അറിയാം. കൈറ്റ് വിക്ടേഴ്സ് കാണുമ്പോഴാണ് ആ ഒരു വ്യത്യാസം കുട്ടികളെ അറിയുന്നത്. ചില ടീച്ചേഴ്സ് കൈറ്റ് വിക്ടേഴ്സിൽ തുടങ്ങുമ്പോൾ ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കും, പിന്നെ താനെ മലയാളത്തിൽ എത്തും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവർക്ക് അങ്ങനെ ഗവൺമെന്റ് കൊടുക്കുകയാണ്. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഒരുമിച്ച് മനസ്സിലാവുന്ന രീതിയിലേ ക്ലാസ് എടുക്കാവുന്നുള്ളത്. ഓക്കെ, അത് വിഷയം നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ പറയാനുള്ള കാരണം ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററിന്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ഒരുമിച്ച് കൊടുക്കാനുള്ള കാരണം, ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ എന്തെങ്കിലും തകരാറുകളോ അല്ലെങ്കിൽ ക്ലാരിറ്റിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാകാത്ത പ്രശ്നങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് പേഴ്സണലി പറയണം. ഓക്കെ, ഇത് നമ്മുടെ പ്രൈവറ്റ് ക്ലാസ് ആണ്. നിങ്ങൾ പൈസ കൊടുത്തിട്ട് നിങ്ങളിൽ നിന്ന് 300 രൂപ ഈടാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന ക്ലാസ് ആണിത്. തീർച്ചയായും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എനിക്കാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഫിസിക്സ് കെമിസ്ട്രി ഷുവർ A+ ബുക്കും കെമിസ്ട്രിയുടെ പ്രൈവറ്റ് ക്ലാസ്സും ഉണ്ടെങ്കിൽ A+ നിങ്ങൾക്ക് ഉറപ്പാണ്. എന്നിട്ട് നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ A+ കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് A+ കിട്ടിയിട്ടില്ല എങ്കിൽ ആ ക്യാഷ് ഞാൻ തിരിച്ചു തരും. ആ 300 രൂപ ഞാൻ തിരിച്ചു തരും. ഇങ്ങനെ ഏതെങ്കിലും ഒരാൾ തിരിച്ചു തരുമെന്ന് പറയോ? ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഞാൻ തന്നിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ, ഫസ്റ്റ് വീഡിയോ നിങ്ങൾ 2 പേർക്കും മനസ്സിലാകുന്ന തരത്തിലാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം തോന്നുന്നുണ്ടെങ്കിൽ അത് എന്നോട് പറയണം. എൻ്റെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങിയാൽ പറഞ്ഞു വേറെ അവിടെ എത്തിപ്പോവും. അതിൻ്റെ ഒരു സ്വാഭാവിക പ്രശ്നം. ഞാൻ അങ്ങനെ പറഞ്ഞു. എനിക്ക് ഒരുപാട് അനുഭവങ്ങളിലൂടെ വന്ന ഒരാളാണ്. ഓരോ കുട്ടികളുടെയും കഥകളും, അവർ വഴിതെറ്റിപ്പോയ കഥകൾ, തിരിച്ചു വന്ന കഥകൾ, ട്രാക്കിലായ കഥകൾ,
പല കഥകളും എൻ്റെ ജീവിതത്തിലൂടെ ഒരു വർഷം കൊണ്ട് നടന്നു പോയിട്ടുണ്ട്. ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് 4 വർഷമായി. 4 വർഷം മുന്നേ ഞാൻ +1 +2 ആയിരുന്നു ക്ലാസ് എടുക്കാറുള്ളത്. 10ാം ക്ലാസ്സിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ 4ാമത്തെ വർഷമാണ്. ട്യൂഷൻ ക്ലാസ്സിൽ സജീവമായത് ഇപ്പം 3ാമത്തെ വർഷമാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കെമിസ്ട്രി നമ്മൾ ആട്ടും പാട്ടും പാടി പഠിക്കും. ഫോർ എക്സാമ്പിൾ, പാട്ട് ഏതാ വേണ്ടത്? നിങ്ങൾക്ക് വേണ്ട പാട്ട് ഇപ്പൊ ഇവിടെ തന്നെ ഒരു പാട്ട് വരാനുണ്ട്. 1s2s2p 3s3p 4s3d 4p 5s4d. അത് ഇവിടെ വരാനുള്ള ഒരു പാട്ടാണ്. ഇവിടെ തന്നെ ഞാൻ നിങ്ങൾ ഇതെനിക്ക് വേണമെങ്കിൽ പാട്ടാക്കി പറയാം, പക്ഷെ ഞാനിവിടെ നിങ്ങൾക്ക് ഒരു കഥ പോലെ പറഞ്ഞു തന്നു. എന്തായിരുന്നു ആ കഥ? ശ്രദ്ധിച്ചു നോക്ക്. ഒരാള് ഒരു റിസോർട്ടിലേക്ക് ചെന്നു. ആ റിസോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ 4 റൂമുണ്ട്. ഒന്നാമത്തെ റൂമിന്റെ പേര് കെ എന്നാണ് റൂമിന്റെ പേര്. രണ്ടാമത്തെ റൂമിന്റെ പേര് എൽ എന്നാണ്. മൂന്നാമത്തെ റൂമിന്റെ പേര് എം എന്നാണ്. നാലാമത്തെ റൂമിന്റെ പേര് എൻ എന്നാണ്. കെ എന്ന് പറയുന്ന ഒന്നാമത്തെ റൂം തുറന്നു നോക്കിയപ്പോൾ അവിടെ ഒരൊറ്റ ബെഡേ ഉള്ളൂ. പക്ഷെ ആ ബെഡിന്റെ പേരെന്താണ്? ഒന്നാമത്തെ റൂമിലായതുകൊണ്ട് 1s. രണ്ടാമത്തെ റൂമിൽ 2 ബെഡ് 2s2p. മൂന്നാമത്തെ റൂമിൽ 3 ബെഡ് 3s3p 3d. നാലാമത്തെ റൂമിൽ 4 ബെഡ് 4s4p 4d 4f. ഇനി അവിടെ ബാക്കിയൊരു കാര്യം കൂടി ഞാൻ പറയാനുണ്ട്. ബെഡ് നമ്മൾ കണ്ടു. ചിലടത്ത് സിംഗിൾ ബെഡ് ഉണ്ടാവും, ചിലടത്ത് ഡബിൾ ബെഡ് ഉണ്ടാവും. നമ്മളതൊക്കെ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചോദിച്ച് വാങ്ങാറുണ്ട് അല്ലേ? എന്നാൽ ഇവിടുത്തെ ബെഡിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ എസ് എന്ന് പറയുന്ന ബെഡ് ആണെങ്കിൽ അവിടെ 2 ആൾക്കാർക്ക് കയറി കിടക്കാൻ പറ്റും. എസ് എന്ന് പറയുന്ന ബെഡ് ആണെങ്കിൽ അവിടെ എത്ര ആൾക്കാർക്ക് കയറി കിടക്കാൻ പറ്റും? 2 ആൾക്കാർക്ക് കിടക്കാം. അത് ഡബിളിന്റെ ബെഡാണ്. പി എന്ന് പറയുന്ന ഒരു ബെഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ബെഡിൽ എത്ര ആൾക്കാർക്ക് കിടക്കാൻ പറ്റും? 6 ആൾക്കാർക്ക് കിടക്കാം. ഒരു ഫാമിലി ട്രിപ്പ് ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പി എന്ന് പറയുന്ന ബെഡ് ഉണ്ടോ? ആ ബെഡിൽ എത്ര ആൾക്കാർക്ക് കിടക്കാം? 6 ആൾക്കാർക്ക് കിടന്നുറങ്ങാം, സ്ലീപ്പ് ചെയ്യാം. ഡി എന്ന് പറയുന്ന റൂമിലോ, ഡി എന്ന് പറയുന്ന ബെഡിലോ 10 ആൾക്കാർക്ക് കിടക്കാം. ഫാമിലി അച്ഛനും അമ്മച്ചനും കൊച്ചനും വെളാപ്പനും വലിയാപ്പയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഡി 10 ആൾക്കാർ കിടന്നുറങ്ങാം. എഫ് എന്ന് പറയുന്ന ബെഡ് ആണെങ്കിൽ 14 ആൾക്കാർക്ക് കിടന്നുറങ്ങാം. അല്ലാ, നിങ്ങളൊന്ന് ആലോചിച്ച് ഒരു ബെഡ്, ആ ബെഡിൽ 14 ആൾക്കാർ ഇങ്ങനെ കിടന്നുറങ്ങുക. കാലേതാ കൈ ഏതാന്ന് പിടുത്തല്ലാത്തൊരവസ്ഥ. പുറത്തുനിന്നൊരു ഫോട്ടോ എടുത്താൽ അല്ലേ കോഴിക്കൂട്ടിൽ അങ്ങനെ കയറിയ മാതിരിയായിരിക്കും. കോഴിക്കൂട്ടിൽ കയറി ഉണ്ടാവല്ലോ. കോഴി മുട്ടിട്ട് കഴിഞ്ഞാൽ ഏത് കോഴിയാണ് ആ മുട്ടിട്ടെന്ന് പിടുത്തുണ്ടാവില്ല. നമ്മൾ മുട്ടെടുത്ത് പൊളിച്ചടിക്കുന്നത് സെറ്റാക്കുന്നു. പവർ. എസ് എന്ന് പറയുന്ന ബെഡിൽ 2 ആൾക്കാർക്ക് കിടന്നുറങ്ങാം. പി എന്ന് പറയുന്ന ബെഡിൽ 6 ആൾക്കാർക്ക് കിടന്നുറങ്ങാം. ഡി എന്ന് പറയുന്ന ബെഡിൽ 10 ആൾക്കാർക്ക് കിടന്നുറങ്ങാം. എഫ് എന്ന് പറയുന്ന ബെഡിൽ 14 ആൾക്കാർക്ക് കിടന്നുറങ്ങാം. അപ്പൊ നിങ്ങൾ പറയും, ഞാനിപ്പോ കെ എന്ന് പറയുന്ന റൂമിലേക്ക് ചെന്നു. കെ എന്ന് പറയുന്നത് എത്രാമത്തെ റൂമാ? വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂടെ 1ാമത്തെ റൂമാണ്. 1ാമത്തെ റൂമിന്റെ ഡോർ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോ അവിടെ കാണുന്ന ബെഡ് 1s എന്ന് പറയുന്ന ബെഡാ. അത് എസ് ആണോ? ആണ്. അപ്പൊ ആ ബെഡിൽ എത്ര ആൾക്കാർക്ക് കിടന്നുറങ്ങാൻ പറ്റും? 2 ആൾക്കാർക്ക് കിടന്നുറങ്ങാം. ശരിയല്ലേ? അതായത് 1s2. 1s എത്ര ആൾക്കാർക്ക് കിടന്നുറങ്ങാം? 2 ആൾക്കാർക്ക് കിടന്നുറങ്ങാം. ഇനി റിസോർട്ടിന്റെ 2ാമത്തെ റൂം എൽ എന്ന് പറയുന്ന റൂം തുറന്നപ്പോ അവിടെ എത്ര ബെഡ് ഉണ്ട്? അവിടെ 2s എന്ന് പറയുന്ന ബെഡ് ഉണ്ട്, 2p എന്ന് പറയുന്ന ബെഡ് ഉണ്ട്. ആ 2sലും 2pലും എത്ര ആൾക്കാർക്ക് കിടന്നുറങ്ങാം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. 2sൽ എത്ര ആൾക്കാർ കിടന്നുറങ്ങാം? 2 ആൾക്കാർക്ക് കിടന്നുറങ്ങാം. കാര്യം എസ്സിൽ എത്ര എണ്ണേ കൊള്ളൂ? 2 എണ്ണേ കൊള്ളൂ. അവിടെ തന്നെയുള്ള 2p എന്ന് പറയുന്ന ബെഡിൽ എത്ര ആൾക്കാർക്ക് കിടന്നുറങ്ങാം? 6 ആൾക്കാർക്ക് കിടന്നുറങ്ങാം. 2p 6. ഓക്കെ, ഇനി 3ാമത്തെ റൂം തുറന്നു കഴിഞ്ഞപ്പോ കാണുന്നു 3ാമത്തെ റൂമിൽ 3 ബെഡ് ഉണ്ട്. 3s 3p 3d. എസ്സിൽ എത്ര ആൾക്കാർ കിടന്നുറങ്ങാം? 2. പിയിൽ എത്ര ആൾക്കാർ കിടന്നുറങ്ങാം? 6. ഡിയിൽ എത്ര ആൾക്കാർ കിടന്നുറങ്ങാം? 10. ഇനി അടുത്തത് പറയൂ. 4s 4p. 4ാമത്തെ റൂമിൽ എത്ര ബെഡ് ഉണ്ട്? 4ാമത്തെ റൂമിൽ 4 ബെഡ് ഉണ്ട്. 4s 4p 4d 4f. ഓരോ ബെഡിലും എത്ര ആൾക്കാർ കിടന്നുറങ്ങാം? 4ാമത്തെ റൂമൊക്കെ തുറന്നു കഴിഞ്ഞാൽ 2 ഫാമിലി, ഒരു എന്താ പറയാ ഫാമിലി, ഉപ്പനെ ചാ വേണ്ട, മോന്റെ ഏതെങ്കിലുമൊക്കെ അങ്ങനെ വലിയൊരു ഫാമിലി പോവുകയാണെങ്കിൽ ആ 4ാമത്തെ റൂം തിരഞ്ഞെടുക്കുക. അവിടെ എസ്സിൽ 2 ആൾക്കാർ കിടന്നുറങ്ങാം. പിയിൽ 6 ആൾക്കാർ കിടന്നുറങ്ങാം. 4ഡിയിൽ 10 ആൾക്കാർ കിടന്നുറങ്ങാം. 4എഫിലോ എത്ര എണ്ണം കൊള്ളും? 14. ഓക്കെ, ഈ എന്താ ഈ 1ഉം 2ഉം 3ഉം 4 ഒക്കെ എന്താ സംഭവം? ഷെല്ലിന്റെ നമ്പറാണ്, റൂം നമ്പർ അല്ലേ? 1ാമത്തെ റൂം 2ാമത്തെ റൂം 1 2 3 അതല്ലേ? 1 2 3 4 അതായത് ഷെൽ നമ്പർ. എന്താ പറയാ? തൊള്ളർന്ന് പറയടോ, ഷെൽ നമ്പർ. ഈ എസിന്റെയും പിന്റെയും എസിന്റെയും പിന്റെയും ഡിന്റെയും എസിന്റെയും പിന്റെയും ഡിന്റെയും ഒക്കെ മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പർ എന്താണ്? കിടന്നുറങ്ങാം എന്ന് സാറ് പറഞ്ഞു. ആര് കിടന്നുറങ്ങുന്ന കാര്യമാണ് സാറ് പറയുന്നത്? ഇലക്ട്രോൺസ്. ആരാണ്?
ഇലക്ട്രോൺസ്. ഈ കാണുന്നതെല്ലാം ഇലക്ട്രോണുകളാണ്. ഇതിനർത്ഥം എന്താ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. 1s എന്ന് പറയുന്ന സബ്ഷെല്ലിൽ കൊള്ളുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2. 2s എന്ന് പറയുന്ന സബ്ഷെല്ലിൽ കൊള്ളുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2. 2p എന്ന് പറയുന്ന സബ്ഷെല്ലിൽ കൊള്ളുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 6. 3s എന്ന് പറയുന്ന സബ്ഷെല്ലിൽ കൊള്ളുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2. 4f എന്ന് പറയുന്ന സബ്ഷെല്ലിൽ കൊള്ളുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14. അതാണ് ഇതിനർത്ഥം. അപ്പൊ നിങ്ങൾ പറയ് ഇപ്പൊ 8ാം ക്ലാസ്സിൽ ഒരു പയ്യൻ നോക്കിക്കഴിഞ്ഞാൽ അവൻ കാണുന്നത് എന്തായിരിക്കും? 8ാം ക്ലാസ്സിലുള്ള ഒരു പയ്യൻ നോക്കിക്കഴിഞ്ഞാൽ അവൻ കാണുന്നത് എന്തായിരിക്കും? KLMN എന്നായിരിക്കും കാണുക, അല്ലേ? അവൻ നോക്കിക്കഴിഞ്ഞാൽ K എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കും? നോക്കൂ, 1s അല്ലേ? K എന്ന് പറയുന്ന റൂമിൽ 1s എന്ന് പറയുന്ന ബെഡല്ലേ ഉള്ളത്. അവിടെ എത്ര ഇലക്ട്രോൺ കൊള്ളും? 2. ഇനി 2s 2p എത്ര ഇലക്ട്രോൺ കൊള്ളും? 2s 2, 2p 6. 2ഉം 6ഉം. എടാ ഇവിടെ 2s 2 ഇലക്ട്രോൺ, 2p 6 ഇലക്ട്രോൺ അല്ലേ? 3 ആണെങ്കിൽ മൂന്നാമത്തെ ഷെല്ലിൽ 3 ബെഡ് ഉണ്ട്. 3 ബെഡിന്റെ പേര് 3s 3p 3d. ഇവിടെ എത്ര ആൾക്കാർക്ക് കിടന്നുറങ്ങാം? 2. p 6, d 10. ഇവിടെ എത്ര ആൾക്കാരാ? 2, p 6, d 10, f 14. ഇനി എന്റെ ചോദ്യം ശ്രദ്ധിച്ചോ. ഇവിടെ 1s 2 അല്ലേ? K എന്ന് പറയുന്ന റൂമിൽ എത്ര ആൾക്കാർക്ക് കിടന്നുറങ്ങാം? K എന്ന് പറയുന്ന റൂമിൽ എത്ര ആൾക്കാർക്ക് കിടന്നുറങ്ങാം? 2. L എന്ന് പറയുന്ന റൂമിൽ എത്ര ആൾക്കാർക്ക് കിടന്നുറങ്ങാം? L എന്ന് പറയുന്ന റൂമിൽ 2 ബെഡ് ഉണ്ട്. 2s 2p ഉണ്ട്. 2s 2 ആൾക്കാർക്ക് കിടന്നുറങ്ങാം. 2p 6 ആൾക്കാർക്ക് കിടന്നുറങ്ങാം. അപ്പൊ ടോട്ടല് 2 + 6 8 ആൾക്കാർക്ക് കിടന്നുറങ്ങാം. M എന്ന് പറയുന്ന മൂന്നാമത്തെ ബെഡിൽ എത്ര ആൾക്കാർക്ക് കിടന്നുറങ്ങാം? 2ഉം 6ഉം 8, 8ഉം 10ഉം 18. ഇനി നാലാമത്തെ N എന്ന് പറയുന്ന റൂമിൽ 4 ബെഡ് ഉണ്ട്. 2ഉം 6ഉം 10ഉം 14. അത്ര ആൾക്കാർക്ക് ആ N എന്ന് പറയുന്ന റൂമിൽ കിടന്നുറങ്ങിക്കൂടെ? യെസ്. അപ്പൊ എത്ര ആൾക്കാർ കൊള്ളും? 2ഉം 6ഉം 8, 8ഉം 10ഉം 18, 18ഉം 14, 32. യെസ്, 32. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കും K എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളും? 2 ഇലക്ട്രോൺ കൊള്ളും. L എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളും? 8 ഇലക്ട്രോൺ കൊള്ളും. M എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 18 ഇലക്ട്രോൺ കൊള്ളും. N എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 32 ഇലക്ട്രോൺ കൊള്ളും. ഓരോ ഷെല്ലിലും കൊള്ളുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഓരോ ഷെല്ലിലും കൊള്ളുന്ന കൂടുതൽ ഇലക്ട്രോണുകൾ എത്ര? ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോണുകൾ കൊള്ളും? 2 കൊള്ളും, 8 കൊള്ളും, 18 കൊള്ളും, 32 കൊള്ളും. ഇത്രേ ഈ ഭാഗത്ത് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ റൂം പഠിച്ചു, ബെഡ് പഠിച്ചു, ആ ബെഡിൽ എത്ര ആൾക്കാരെ കിടന്നുറങ്ങാന്ന് പഠിച്ചു. അപ്പൊ ഒരു 8ാം ക്ലാസ്സിലെ പയ്യൻ, ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യൻ ഒരു ആറ്റത്തിന് ഇങ്ങനെ നോക്കുകയാണ്. സപ്പോസ് ക്ലോറിൻ ആയിക്കോട്ടെ, ക്ലോറിൻ നോക്കുന്ന സമയത്ത് അവനറിയാം ക്ലോറിനിൽ 17 ഇലക്ട്രോണുകൾ ഉണ്ട്. 2, 8, 7. അവൻ നോക്കുന്ന സമയത്ത് എത്ര ഇലക്ട്രോൺ ഉള്ളത്? എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യൻ ക്ലോറിൻ നോക്കി. ക്ലോറിന്റെ ഷെൽ നമ്പർ എന്ന് പറഞ്ഞാൽ 17 ആണ്. ക്ലോറിനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 17 ഇലക്ട്രോൺ ഉണ്ട്. അതിന് നമ്മൾ 8ാം ക്ലാസ്സിൽ എഴുതുമ്പോൾ 2, 8, 7 എന്നാണ് എഴുതുക. 8ാം ക്ലാസ്സിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? 2, 8, 7. അതിനർത്ഥം എന്താ? അവൻ നോക്കുന്ന സമയത്ത് ഒരു ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. മൂന്നാമത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതാണ് അവൻ കാണുന്നത്. പക്ഷേ 10ാം ക്ലാസ്സിലൊരു കുട്ടിക്ക് അറിയാം. എന്ത്? 10ാം ക്ലാസ്സിലൊരു കുട്ടിക്ക് അറിയാം ക്ലോറിൻ്റെത് പറയാൻ പോവാട്ടോ. 1s. ക്ലോറിൻ്റെത് ആദ്യത്തെ ആയിരിക്കും 1s2. പിന്നെ എത്ര ഉണ്ടാവുക? 2s2. പിന്നെന്താ ഉണ്ടാവുക? 2p6. പിന്നെന്താ ഉണ്ടാവുക? 3s2. പിന്നെന്താ ഉണ്ടാവുക? 3p5. ഇത് നിങ്ങൾ എഴുതാൻ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ ഞാനൊന്ന് എടുത്തു ചാടി പറഞ്ഞു പോയതാ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇങ്ങനെയാണ് പഠിക്കുക. 8ാം ക്ലാസ്സിൽ ഒരു കുട്ടി കാണുമ്പോൾ 2, 8, 7 എന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ ന്യൂക്ലിയസിന്റെ ആദ്യത്തെ ഷെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞു, ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുള്ള ആദ്യത്തെ റൂം K റൂമാണ്. ആ K റൂമിൽ 1s2.
കെ റൂമിൽ ആരാ ഉള്ളത്? 1s2. അതിന്റെ തൊട്ടപ്പുറത്ത് എൽ എന്ന് പറയുന്ന റൂം ഉണ്ട്. 8ാം ക്ലാസ്സിലെ പയ്യൻ കാണുന്നത് അതിൽ 8 ഇലക്ട്രോൺ ഉണ്ടെന്ന് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് അറിയാം ആ 8 ഇലക്ട്രോണുകളും ഉള്ളത് 2s2 2p6. ഈ 2ഉം ഈ 6ഉം കൂട്ടി എത്ര? 8. അതാണ് 2s2 2p6. വീണ്ടും 8ാം ക്ലാസ്സിലെ പയ്യൻ കാണുന്നു, മൂന്നാമതൊരു ഷെല്ല് കാണുന്നു, എം എന്ന് പറയുന്ന ഷെല്ല്. അതിൽ അവൻ കാണുന്നത് എത്ര ഇലക്ട്രോണുകളാ? അവൻ കാണുന്നത് 7 ഇലക്ട്രോണാ. പക്ഷേ നിങ്ങൾക്കറിയാം ആ 7 ഇലക്ട്രോൺ നിൽക്കുന്നത് 3s2 3p5 ആണ്. 3s2 3p5 ആണ്. കാര്യം ഇവിടെ 6 എന്ന് എഴുതിയത് 18 ആയി പോകും. ക്ലോറിൻ നമ്പർ 17. ഇവിടെ 5ന് പകരം നിങ്ങൾക്ക് തോന്നും 3pയിൽ 6 എണ്ണം കൊള്ളൂലെന്ന് തോന്നും. ഇവിടെ 6 എന്ന് എഴുതിയാൽ നമ്പർ 18 ആയി പോകും. അത് ക്ലോറിൻ അല്ല. അതാരാ? 18ാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ പാട്ടുപാടി പഠിച്ചല്ലോ, ഫ്ലോറീനും ക്ലോറീനും ബ്രോമീനും കൂടി അയ്യേട്ടിൽ പോകണമെന്ന മോഹവുമായി ചെന്നപ്പോൾ നീ ആരാ എന്നൊക്കെ ചോദിച്ചപ്പോൾ നിയോൺ ആർഗൺ. നീ ആരാ? നിയോൺ 8, ആർഗൺ 18. അപ്പൊ ആർഗൺ 18. ഇവിടെ 6 എന്ന് എഴുതിയാൽ 18 ആയി പോകും. അത് ആർഗൺ ആണ്. ഇത് 17 ആണ്. അതാരാ? ക്ലോറിൻ. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കും. അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 8ാം ക്ലാസ്സിലൊരു കുട്ടിയും ഇപ്പൊ 10ാം ക്ലാസ്സിലെ കുട്ടിയും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ആ 10ാം ക്ലാസ്സിന്റെ കുട്ടി കാണുമ്പോൾ എപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോഴും നിങ്ങൾ കാണുന്നത് 2, 8, 7 എന്നായിരിക്കും അല്ലേ? അത് മാറ്റണം. ഈ ക്ലാസ്സോട് കൂടി നമ്മൾ മാറ്റും. ഓക്കെ, ഈ ക്ലാസ്സോട് കൂടി നമ്മൾ ആ ലെവൽ മാറും. ഈ റൂമുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു. കെ റൂം, എൽ റൂം, എം റൂം, എൻ റൂം പഠിച്ചു കഴിഞ്ഞു. ആ ഓരോ റൂമിലും ഏതെല്ലാം ബെഡുകളുണ്ട്, ആ ബെഡിൽ എത്ര ആൾക്കാർക്ക് കിടന്നുറങ്ങാം. എസ് എന്ന് പറയുന്ന ബെഡ് ആണെങ്കിൽ 2 ഇലക്ട്രോൺ, പി എന്ന് പറയുന്ന ബെഡ് ആണെങ്കിൽ 6 ഇലക്ട്രോൺ, ഡി എന്ന് പറയുന്ന ബെഡ് ആണെങ്കിൽ 10 ഇലക്ട്രോൺ, എഫ് എന്ന് പറയുന്ന ബെഡ് ആണെങ്കിൽ 14 ഇലക്ട്രോൺ കിടന്നുറങ്ങാൻ പറ്റും. അത് പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ പഠിക്കാനുള്ളത് എന്താണെന്ന് അറിയോ? നിങ്ങൾക്കറിയാം 1s 2s 2p 3s 3p. ഇതൊരു കൃത്യമായ ഒരു ഓർഡറിലല്ല കൊടുത്തത്. ഇലക്ട്രോണുകൾ എങ്ങനെ ചാടി കയറും? ഫസ്റ്റത്തെ ഒരു ഇലക്ട്രോൺ വന്നിട്ട് വേണമെങ്കിൽ 4pയിലേക്ക് ചാടി കയറി ഇരുന്നൂടെ? ആ ബെഡിൽ കിടന്നൂടെ? നമുക്ക് തോന്നിയൊരു ബെഡിൽ കയറി കിടക്കാൻ പറ്റും. ഒരാൾ വന്നു, ഒരു 10-15 ആൾക്കാർ വന്നു. ഓക്കെ, അപ്പോ ആദ്യം വരുന്ന ആൾക്ക് ഇന്ന ബെഡ്, രണ്ടാമത് വരുന്ന ആൾക്ക് ഇന്ന ബെഡ് എന്ന് തയ്യാറാക്കി വെച്ചാലല്ലേ അതിനൊരു പക്വത ഉണ്ടാവുള്ളൂ. എവിടെയും ചാടിക്കയറി കിടക്കാൻ പറ്റൂ? ഇല്ല. അപ്പൊ ആദ്യം വരുന്ന ഇലക്ട്രോൺ എവിടെ വരികയെന്നറിയോ? ഏറ്റവും എനർജി കുറഞ്ഞ സബ്ഷെല്ലിലായിരിക്കും ഉണ്ടാവുക. ഏറ്റവും എനർജി കുറഞ്ഞ സബ്ഷെൽ. ആലോചിച്ച് വെക്കുക. ആദ്യം വരുന്ന ഒരു ഇലക്ട്രോൺ അതായത് ഈ ക്ലോറിന് ചുറ്റും 17 ഇലക്ട്രോൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ 17 ഇലക്ട്രോൺ ഇങ്ങനെ വരുന്ന സമയത്ത് ആദ്യം വരുന്ന ഇലക്ട്രോൺ എവിടെ ഉണ്ടാവുക? ന്യൂക്ലിയസിന്റെ തൊട്ടടുത്ത് ഉണ്ടാവുക അല്ലേ? അതായത് എനർജി കുറഞ്ഞ സ്ഥലത്ത്, എനർജി കുറഞ്ഞ സബ്ഷെല്ലിലാണ് ആദ്യത്തെ ഇലക്ട്രോൺ വരിക. പിന്നത്തെ അടുത്ത ഇലക്ട്രോൺ വരിക അതിനേക്കാൾ എനർജി കൂടിയെടുത്ത്, പിന്നത്തെ ഇലക്ട്രോൺ വരിക അതിനേക്കാൾ എനർജി കൂടിയെത്തില്ല. അതായത് എനർജി കൂടി വരുന്ന ക്രമത്തിലാണ് ഇലക്ട്രോണുകൾ സബ്ഷെല്ലിൽ നിറയുക. ഇലക്ട്രോണുകൾ സബ്ഷെല്ലിൽ നിറയുന്നത് എങ്ങനെയാണ്? are in the increasing order of energy. Are in the increasing order of energy. എന്റെ കൂടെ പറയൂ. എനർജി കൂടി വരുന്ന ക്രമത്തിലാണ് എന്ത് നിറയുന്നത്? ഇലക്ട്രോണുകൾ സബ്ഷെല്ലിൽ നിറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും എനർജി കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്ന് എനർജി കൂടി വരുന്ന ക്രമത്തിൽ സബ്ഷെല്ലുകളെ നമ്മൾ എഴുതി പഠിക്കണം. എനർജി കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് നമ്മൾ പഠിക്കണം. അസെൻഡിങ് ഓർഡർ ഓഫ് എനർജി. എനർജി ഊർജം കൂടി വരുന്ന ക്രമത്തിൽ നമ്മൾ ഓർഡർ എഴുതി പഠിക്കണം. ഇനി ആ ഓർഡർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. സോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇലക്ട്രോണുകൾ സബ്ഷെല്ലിൽ ഫില്ല് ചെയ്യണമെങ്കിൽ സബ്ഷെല്ലുകളുടെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി നമ്മൾ പഠിച്ചിരിക്കണം. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ സബ്ഷെൽ. അതായത് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്, പൂരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോൺ പൂരണം ചെയ്യപ്പെടുന്നത്, ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ്? അസെൻഡിങ് ഓർഡർ ഓഫ് എനർജി ഓടിക്കൂടി വരുന്ന ക്രമത്തിൽ. അത് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഓർഡർ ആണ് 1s 2s 2p 3s 3p 4s 3d 4p 5s 4d. ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ വരെ നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. എന്നാലും നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിന്റെ അപ്പുറത്തേക്കൊന്നും വരില്ല. ഓക്കെ, മാക്സിമം 3d വരെ വരുള്ളൂ. 4p 5s വന്ന അത്രേ ഉള്ളൂ. 4d കൂടി കിട്ടി അത്രേ ഉള്ളൂ. ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി.
1s കഴിഞ്ഞാൽ അതിനേക്കാൾ എനർജി കൂടുതൽ 2s ആണ്, 2s-നേക്കാൾ എനർജി കൂടുതൽ 2p ആണ്, 2p-നേക്കാൾ എനർജി കൂടുതൽ 3s ആണ്. അങ്ങനെ എനർജി കൂടി വരുന്ന ക്രമത്തിലാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ പറയൂ. 1s പറയൂ 1s 2s 2p 3s 3p 4s 3d 4p 5s 4d. ഓക്കെ, ഇത് നമ്മൾ ഇനി പാട്ടുപാടി പഠിച്ചാലോ? മറന്നു പോവോ? ഇല്ല. ആദ്യം ആ ഓർഡർ നേരെ അങ്ങ് എഴുതി വെക്കുക, എന്നിട്ട് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഓർഡർ പഠിക്കണ്ടേ? പഠിക്കണം. ഈ ഓർഡർ പഠിച്ചാലേ നമുക്ക് ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അതിന് ഒറ്റ പാട്ട് പഠിച്ചാൽ മതി. ആ പാട്ടിൽ പറയുന്ന ഓരോ വരികൾക്കും ഓരോ ചോദ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്, ഉത്തരങ്ങളും നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോ. 1s 2s 2p 3s 3p 4s 3d 3d 4p 5s 4d. ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് സബ്ഷെല്ലിലാണ്, അസെൻഡിങ് ഓർഡർ ഓഫ് എനർജി ആണ്. എന്താ പറഞ്ഞത്? ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് സബ്ഷെല്ലിലാണ്, അസെൻഡിങ് ഓർഡർ ഓഫ് എനർജി ആണ്. 2 8 18 32 ഉണ്ട്. KLMNൽ കൊള്ളും ഇലക്ട്രോൺ ആണ്. KLMNൽ കൊള്ളുന്ന ഇലക്ട്രോണുകൾ എത്ര? K എന്ന് പറയുന്ന ഷെല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോൺ എത്ര? 2. L എത്ര കൊള്ളുക? 8. M എത്ര കൊള്ളുക? 18. N എത്ര കൊള്ളുക? 32 കേട്ടോ. ഓക്കെ, KLMNൽ കൊള്ളും ഇലക്ട്രോൺ ആണ്. അതായത് 2 8 18 32 ഉണ്ട്. KLMNൽ കൊള്ളും ഇലക്ട്രോൺ ആണ്. എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. എത്ര കൊള്ളും? ഇത്രയും കൊള്ളും. ഞാൻ എന്താ പറഞ്ഞതല്ലേ? വട്ടായെന്നാണോ? അല്ല, ഒരു പാട്ടിന്റെ വരി പറഞ്ഞതാ. ശ്രദ്ധിച്ചോ. ചെറിയൊരു മാപ്പിൾ പാട്ടാണ്, എങ്കിലും നമുക്ക് എല്ലാ ആൾക്കാർക്കും ഒരുമിച്ച് പാടാൻ പറ്റിയൊരു പാട്ടാണ്. ശ്രദ്ധിച്ചോ. 1s 2s 2p 3s 3p 4s 3d 4p 5s 4d. 1s 2s 2p 3s 3p 4s 3d 4p 5s 4d. ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺ സബ്ഷെല്ലിലാണ്, അസെൻഡിങ് ഓർഡർ ഓഫ് എനർജി ആണ്. 2 8 18 32 ഉണ്ട്. KLMNൽ കൊള്ളും ഇലക്ട്രോൺ ആണ്. എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. എത്ര കൊള്ളും? ഇത്രയും കൊള്ളും. എത്ര കൊള്ളും? ഇത്രയും കൊള്ളും. 1s 2s 2p 3s 3p 4s 3d 4p 5s 4d. 1s 2s 2p 3s 3p 4s 3d 4p 5s 4d. സോ സിമ്പിൾ. പാട്ട് പാടി പഠിക്കാം. ഇനി നമ്മൾ 2-3 വട്ടം പാട്ട് പാടുന്നു, എന്നിട്ട് ഈ ഒരു പാർട്ട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, പാടാം. യെസ്, ഇത് എത്രയാണ്? 2 ആണോ 4 ആണോ? ഇത് എത്രയാണ്? 2 ആണോ 4 ആണോ? ഇത് എത്രയാണ്? നിങ്ങൾ കാണുന്നത് എത്രയാണോ അത്രയാണ്. സോ ശ്രദ്ധിക്കാം, പാട്ട് പാടാൻ പോണേ. എൻ്റെ കൂടെ നിങ്ങൾ വരികൾ ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വരികൾ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യുക? എൻ്റെ കൂടെ പാടാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, യെസ്. 1s 2s 2p 3s 3p 4s 3d 4p 5s 4d. 1s 2s 2p 3s 3p 4s 3d 4p 5s 4d. ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺ സബ്ഷെല്ലിലാണ്, അസെൻഡിങ് ഓർഡർ ഓഫ് എനർജി ആണ്. 2 8 18 32 ഉണ്ട്. KLMNൽ കൊള്ളും ഇലക്ട്രോൺ ആണ്. എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. എത്ര കൊള്ളും? ഇത്രയും കൊള്ളും. എത്ര കൊള്ളും? ഇത്രയും കൊള്ളും. 1s 2s 2p 3s 3p 4s 3d 4p 5s 4d. 1s 2s 2p 3s 3p 4s 3d 4p 5s 4d. സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഇനി നമുക്ക് എല്ലാവർക്കും ഒന്ന് കൈമുട്ടി പാടാം. ചെസ് ഇങ്ങനെ മുട്ടിയാൽ മതി. ഓക്കെ, റെഡി ആണല്ലോ? ഇത് ലാസ്റ്റ് ആണ്, ഇവനെ പാടി തരൂലേ? ഓക്കെ, യെസ്. യെസ്, റെഡി? 1 2 3. ശ്വാസം മേലോട്ട് വലിക്കൂ. കുറച്ചുകൂടി വലിക്കൂ. കുറച്ചും കൂടി വലിക്കൂ. വലിക്കൂ വലിക്കൂ വലിക്കൂ. താത്തു. ഓക്കെ, യെസ്, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇങ്ങനാട്ടോ മുട്ടേണ്ടി, ഇങ്ങനെയാണ് മുട്ടേണ്ടി. റെഡി? 1 2 3 സ്റ്റാർട്ട്. 1s 2s 2p 3s 3p 4s 3d 4p 5s 4d. 1s 2s 2p 3s 3p 4s 3d 4p 5s 4d. ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺ സബ്ഷെല്ലിലാണ്, അസെൻഡിങ് ഓർഡർ ഓഫ് എനർജി ആണ്. 2 8 18 32 ഉണ്ട്. KLMNൽ കൊള്ളും ഇലക്ട്രോൺ ആണ്. എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. എത്ര കൊള്ളും? ഇത്രയും കൊള്ളും. എത്ര കൊള്ളും? ഇത്രയും കൊള്ളും. 1s 2s 2p 3s 3p
4s 3d 4p 5s 4d 1s 2s 2p 3s 3p 4s 3d 4p 5s 4d. യെസ്, ഇതോടുകൂടി കെമിസ്ട്രിയുടെ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബേസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിനപ്പുറത്തേക്ക് ഒരു ബേസ് ഇല്ല, അത് മാത്രമേ പഠിക്കാനുള്ളൂ. ഇനി ഇതിൽ ഓരോ എലമെന്റുകൾ എടുക്കുന്ന സമയത്തും ആ എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക, അതായത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുക, ആ എലമെന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് പീരീഡിലാണ്, ഏത് ഗ്രൂപ്പിലാണ്, അത് ഏത് ബ്ലോക്കിലാണ്, ഇത്രേ പഠിക്കാനുള്ളൂ. ഇനി ആ ബ്ലോക്ക് എസ് ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ സവിശേഷത, ആ ബ്ലോക്ക് പി ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ്, ആ സവിശേഷതകൾ മാത്രമേ പഠിക്കാനുള്ളൂ. അതോടുകൂടി ആ പാഠം കഴിഞ്ഞ്. 10ാം ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് പരീക്ഷയ്ക്ക്, പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ ഫോക്കസ് ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ച ചാപ്റ്ററുകളിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. ആ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കും സിമ്പിളാണ് ആൻസർ ചെയ്താൻ, പക്ഷെ തെറ്റിപ്പോകും. ചിന്ത ഒരല്പം മാറിപ്പോകുമ്പോൾ തെറ്റിപ്പോകും. പുറത്തു വന്നു കഴിഞ്ഞാൽ ഷോ അതായിരുന്നല്ലോ എന്നോട് മാറിപ്പോയി എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന, സിമ്പിളായിട്ട് തെറ്റിപ്പോകുന്ന ഒരു ഭാഗം കൂടിയാണ് പീരിയോഡിക് ടേബിൾ. അതുകൊണ്ട് കൃത്യമായിട്ട് ബേസിക്കോട് കൂടി പഠിക്കുന്ന ഒരു കുട്ടിക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ബേസ്. ഇതിനപ്പുറത്തേക്ക് ഒരു ബേസ് ഇല്ല. നമ്മൾ ആ റൂം പഠിച്ചു, റൂമിലെ ബെഡ്, ആ ബെഡിൽ എത്ര ആൾക്കാർക്ക് കിടന്നുറങ്ങാം, പരീക്ഷയ്ക്ക് എത്ര ആൾക്കാർ കിടന്നുറങ്ങാന്നല്ല ചോദിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കും 4f എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും. 4f സാറ് പറഞ്ഞിട്ടുണ്ട്, 4ാമത്തെ റൂം, 4ാമത്തെ ബെഡ് 4s 4f 4klmn. 4ാമത്തെ റൂം ഏതാ? n എന്ന് പറയുന്ന റൂമിൽ 4 ബെഡ് ഉണ്ട്, 4s 4p 4d 4f. ആ 4f എന്ന് പറയുന്ന ബെഡിൽ എത്ര ആൾക്കാർക്ക് കിടന്നുറങ്ങാൻ പറ്റും, എത്ര ഇലക്ട്രോൺ കൊള്ളും? 4f. എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. എഫിൽ എത്ര കൊള്ളുക? 14. 4fo 3fo 2fo 1fo എന്തോ ആവട്ടെ, എത്ര കൊള്ളുള്ളൂ? 14. 1f ഒന്നും ഇല്ല കേട്ടോ. 1f ഇല്ല, 1p ഇല്ല, 1d ഇല്ല. വണ്ടി ഉണ്ടോ നിങ്ങളിൽ? ഇത് വണ്ടി ഉണ്ടോ? പുരയിൽ വണ്ടി ഉണ്ടോ? ആ വണ്ടിയല്ല, 1s ഉണ്ട്. 1p ഉണ്ടാവോ? 1ാമത്തെ റൂമിൽ ഒരു ബെഡ് അല്ലേ ഉള്ളൂ, അതേതാ? 1s. അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. സോ നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ബേസിക്കോട് കൂടിയ പാട്ട് മാത്രം അല്ലിച്ച് അതിൽ എല്ലാ വരിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ സബ്ഷെൽ, മലയാളത്തിൽ പറയും സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ പൂരണം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. അസെൻഡിങ് ഓർഡർ ഓഫ് എനർജി, ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് ഈ ഓർഡർ എഴുതിയിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും 3p ആണോ 4d ആണോ എനർജി കൂടുതൽ? 3p ആണോ 4d ആണോ എനർജി കൂടുതൽ? ഏതാ? ഈ ഓർഡർ കണ്ടാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഏതാ? 1s 2s 2p 3s 3p. 3p കഴിഞ്ഞ്, അതിൻ്റെ ഇടയിൽ എവിടെയും വന്നില്ല. 4s 3d 4p 5s 4d. 3p കഴിഞ്ഞിട്ടാണ് 4d. അതായത് 3pയേക്കാൾ എനർജി കൂടുതൽ ആർക്കാ? 4dക്കാണ്. അപ്പൊ എനർജി കൂടിയ ആളാരാ? 4d. സിമ്പിൾ. സോ സിമ്പിൾ ആൻഡ് ഫണ്ണി ക്വസ്റ്റ്യൻസ്. യാ ബോ. ഓക്കെ, യെസ്. സോ തീർച്ചയായും ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ എടുക്കുന്നത് പ്രൈവറ്റ് ക്ലാസ് എടുക്കുന്നത് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും സെപ്പറേറ്റ് ആക്കി എടുക്കും. ഇത് ഫസ്റ്റ് പാർട്ട് നമ്മുടെ 2021 2021-22 SSLC ബാച്ചിലെ പുതിയ ഒരു ബാച്ചിന്റെ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടും ഒരുമിച്ച് മിക്സ് ആക്കിയത്. കാര്യം ഇതിൽ ഈ ക്ലാസ് എടുക്കുന്നതിൽ എന്തൊക്കെ പോരായ്മകൾ ഉണ്ട്, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എനിക്ക് പേഴ്സണലി പറഞ്ഞു തരിക. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതും എന്നോട് പറയാം. എനിക്കൊരു സന്തോഷം കിട്ടുന്ന പരിപാടിയാണ് ഇതിനെ കുറിച്ച് പൊക്കി പറയാന്ന് അറിയുന്നത്. ഒന്നുമില്ല, അതായത് ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മനസ്സിലായി എന്ന് തന്നെ പറയാം. നിങ്ങൾക്കത് പറയാനുള്ള ഒരു അധികാരം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. തീർച്ചയായും നമുക്കിതിന്റെ സെക്കൻഡ് പാർട്ട് ഇംഗ്ലീഷ് മീഡിയം വേറെ മലയാളം മീഡിയം വേറെ ആക്കി എടുത്തിട്ടേ കാര്യമുള്ളൂ. ഇനി അങ്ങോട്ടേക്ക് പഠിക്കാനുള്ളത് കംപ്ലീറ്റ് വേർഡ്സുകളടക്കം മാറും. ഓക്കെ, തീർച്ചയായും നമുക്ക് അടിച്ച് പൊളിച്ച് സിമ്പിൾ ആയിട്ട് പവർഫുൾ ആയിട്ട് എന്ത് ചെയ്യാം? A+ വാങ്ങിയെടുക്കാം. ഡോണ്ട് വറി, ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.